ലീഗ് വിദ്യാഭ്യാസം കിട്ടിയാൽ നമ്മുടെ കുട്ടികളുടെ കാര്യം കഷ്ടമാവുന്നൊരു പ്രേക്ഷകൻ പറയുന്നു. അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നതേ നമുക്ക് ലീഗിനെ കുറിച്ച് വ്യക്തമായി ധാരണയില്ലാത്തതുകൊണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയോ, കാലിക്കറ്റ് സർവകലാശാല എന്നൊരു സർവകലാശാല ഈ കേരളത്തിൽ ഉണ്ടായത് CH മുഹമ്മദ് കോയയുടെ ഒരൊറ്റ പ്രയത്നത്തിന് കീഴില. അന്ന് CH മുഹമ്മദ് കോയ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണെന്നറിയോ? മലപ്പുറത്തെ സ്ത്രീകളോടാണ് പ്രത്യേകിച്ച് പറഞ്ഞത്, നിങ്ങൾ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന തുക എനിക്ക് തരൂ, ഞാൻ നിങ്ങൾക്കൊരു സർവകലാശാല തരാം, അവിടെ നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ എന്നാണ്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഇപ്പൊ അന്തസ്സോട് ആത്മാഭിമാനത്തോട് തലയുയർത്തി നിർത്താൻ അവരെ പഠിപ്പിച്ച ഒരു വിധത്തിൽ പ്രാപ്തനാക്കിയ ഒരു നേതാവിന്റെ പേര് CH മുഹമ്മദ് കോയയാണ്. ആ CH മുഹമ്മദ് കോയയുടെ പാർട്ടിക്കാണോ കേരളത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വകുപ്പ് ഭരിക്കാൻ കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്? ഞാൻ അതിനോട് 1% പോലും അംഗീകരിക്കില്ല. പിന്നെ നേതാവ് മന്ത്രി നന്നായാൽ വകുപ്പ് നന്നാവും. അവിടെയുള്ള ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനും വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചുള്ള ധാരണകൾ ഉണ്ടാവണം എന്നത് മാത്രമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളും അമ്മാതിരി വർത്തമാനങ്ങളൊന്നും ശരിയായൊരു കാര്യമല്ല എന്നുള്ളതാണ് എന്റെ